ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കുന്നംകുളങ്ങര ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പരിപാടികൾ നടക്കുന്നത്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന പഞ്ചലോഹ വിഗ്രഹ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന മറ്റ് വിവിധ പരിപാടികളും അരങ്ങേറുന്നുണ്ട്. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പഞ്ചലോഹ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിക്കുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കുന്നംകുളങ്ങര ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെയും മറ്റ് തന്ത്രി മുഖ്യന്മാരുടെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. തറാമൽ അയ്യപ്പ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ മഹോത്സവം പുനഃപ്രതിഷ്ഠയാണ് ഇവിടെ നടക്കുന്നത്. കരിങ്കല്ലിൻ്റെ വിഗ്രഹമായിരുന്നു ഇവിടെ ഉള്ളത്. ഇപ്പം അത് മാറി ഇനി പുതിയ പഞ്ചലോഹത്തിൻ്റെ വിഗ്രഹത്തിലേക്ക് ഭഗവാൻ അവതരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള 6 ദിവസത്തെ ക്രിയകളാണ്. വളരെ വിപുലമായിരിക്കുന്ന താന്ത്രിക ക്രിയകൾ നമ്മൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ടത്. ആചാര്യഭരണം മുതൽ ഇന്ന് പ്രോക്ത ഹോമങ്ങൾ, മറ്റുള്ള പരിഹാര ക്രിയകൾ ഒക്കെ ചെയ്ത് നാളെ ബിംബശുദ്ധിയോടുകൂടി ജലാധിവാസത്തിലേക്ക് ഭഗവാനാവും. അത് കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള പ്രതിഷ്ഠാകർമ്മത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും നീങ്ങും. ഇവിടെ ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ, എതിർച്ചയാണ് വന്നതെങ്കിൽ പോലും മാഘമാസത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട നവരാത്രി കാലത്തുള്ള ഒരു ദിവസമാണ് നമുക്ക് ഈ ഒരു പ്രതിഷ്ഠ വരാൻ സാധിച്ചത്. അത് അങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നും ആയിരുന്നില്ല. പക്ഷേ എതിർച്ചയാ മുഹൂർത്തം വന്ന സമയത്ത് ഈ മാഘമാസത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട ദിവസങ്ങളിലാണ് 29-ാം തീയതി ഏറ്റവും വിശേഷമാണ്. അന്ന് മാഘമാസത്തിൽ 29-ാം തീയതി ഏറ്റവും വിശേഷമാണ്. ആ വിശേഷമുള്ള ദിവസമാണ് നമ്മൾ അയ്യപ്പനെ പുനഃപ്രതിഷ്ഠയിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഒരു വലിയ ഭാഗ്യമാണ്. ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്കും മറ്റുള്ള ആളുകൾക്കും എല്ലാം അതൊരു വലിയ ഒരു പ്രധാനപ്പെട്ട സംഗതി. ആവള കോരൻകുളങ്ങര പരദേവത ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെയും മുത്തുകുടങ്ങളുടെയും താലപ്പൊലിയേന്തിയ അമ്മമാരുടെയും അകമ്പടിയോടെ നടന്ന ഭക്തി നിർഭരമായ വിഗ്രഹ ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് വിശേഷാൽ പൂജകൾ, ബിംബശുദ്ധി, കലശപൂജ, കലശാഭിഷേകം, സ്ഥലശുദ്ധി, പ്രായശ്ചിത്ത ഹോമം, വാസ്തുപുണ്യാഹം, സുദർശന ഹോമം തുടങ്ങിയവ നടന്നു. ഇപ്പോൾ 14 വർഷമായിട്ട് അമ്പലമായി മാറ്റപ്പെട്ടിട്ടുണ്ട്. അന്ന് ശിലാവിഗ്രഹമായിരുന്നു. ഇന്നിപ്പോൾ പഞ്ചലോഹ വിഗ്രഹമാണ്. ആ പഞ്ചലോഹ വിഗ്രഹമാണ് ഇപ്പോൾ പ്രതിഷ്ഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം മറ്റേ വരഞ്ഞാണ് അവിടുത്തെ അമ്പലത്തിൽ വിഗ്രഹ ഘോഷയാത്രയെ കൊണ്ടുവന്നു. അത് നടക്കുകയാണ്. ഇതോടനുബന്ധിച്ച് പ്രഭാഷണം നടക്കുന്നുണ്ട്, കലാപരിപാടികളുണ്ട്. നാളെ പരിപാടി ആരംഭിക്കാൻ പോവാണ്. അങ്ങനെ എല്ലാ ദിവസങ്ങളിലും ചില പരിപാടികൾ നടക്കുകയാണ്. അത് അന്നദാനം നടക്കുന്നുണ്ട്. അങ്ങനെ നാടിൻ്റെ ഉത്സവമായി ഈ വലിയ കൂട്ടായ്മയായി നടക്കുകയായിരുന്നു. ആവള തറമൽ അയ്യപ്പ ക്ഷേത്രം ഈ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ ഒരു പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ നടക്കുന്ന ക്ഷേത്രമാണ്. ഇത്ര വലിയ ഒരു വിഗ്രഹ പ്രതിഷ്ഠ നടന്ന അയ്യപ്പ വിഗ്രഹം കോഴിക്കോട് ജില്ലയിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതിഗംഭീരമായ ഒരു പുനഃപ്രതിഷ്ഠ മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ ആവള പ്രദേശത്തെ മാത്രമല്ല ഈ ചെറുവണ്ണൂർ പഞ്ചായത്തിലെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നും അയ്യപ്പ ഭക്തന്മാർ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. തറമ്മൽ അയ്യപ്പ ക്ഷേത്രം ആദ്യം ഇവിടെ ഒരു വചനമടായിട്ട് കൊണ്ടതാണ്. ഈ നാട്ടിനും നാട്ടുകാർക്കും വളരെ പ്രീതിപ്പെട്ട ഒരു ക്ഷേത്രമാണ്. 1986 ഇവിടെ ഒരു ഭജനമഠം വന്നത്. ആ ഭജനമഠത്തിൽ അന്ന് മുതൽക്ക് ഞാൻ ഇവിടെ വിളക്കിങ്ങനെ വെച്ച് ഇങ്ങനെ പോരുന്നതാണ്. എന്നുവെച്ചാണ് പ്രതിഷ്ഠ നടന്ന് ആ പ്രതിഷ്ഠയിലും അപ്പോൾ ഇതിൻ്റെ അഭിവൃദ്ധി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തിൻ്റെയും ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രദേശത്തിനും ഇവിടെ ക്ഷേത്രവും നല്ല പ്രതിഷ്ഠയായിരിക്കും കൊണ്ടുകൊണ്ട് പിന്നെ അപ്പം ഇവിടെ ഇങ്ങനെ അഭിവൃദ്ധി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 29 രാവിലെ 10 മണിക്കാണ് പ്രാണപ്രതിഷ്ഠ. 27, 28 തീയതികളിൽ ക്ഷേത്രം മാതൃസമിതിയും പ്രാദേശിക കലാകാരന്മാരും അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറും. 29-ാം തീയതി രാത്രി 8 മണിക്ക് ഗാനമേളയും നടക്കും. എല്ലാ ദിവസവും അന്നദാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്.